ഞാൻ പറഞ്ഞു വന്നത് സ്കൂളിൽ പഠിക്കാൻ ചാലിയത്തേക്ക് പോയി. ചാലി എന്ന് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞ വലിയ പേരുള്ള സ്കൂളായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനെ അവിടെ കൊണ്ടുപോയാക്കിയിരുന്നു. അപ്പോൾ ഈ ചാലി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥലമാണ്. എൻ്റെ സ്വഭാവം രൂപീകരിക്കുന്ന കാര്യത്തിലും വളരെ വലിയ പങ്ക് ആ സ്ഥാപനം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയ ഇമ്പിച്ച് മാസ്റ്റർ അവിടെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ബാപ്പിയായിട്ട് അല്പം കുടുംബമുണ്ടായിരുന്നു. അദ്ദേഹം അകന്ന ബന്ധുവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടവും അങ്ങനെ എല്ലാം കൂടെയായി എനിക്കത് പൊതുവേ വളരെ ഒരു സ്ട്രിക്റ്റായൊരു ജീവിതമായിരുന്നു. എങ്കിൽ പോലും എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങോട്ട് പോകാനുള്ള യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ ഒരാഴ്ച നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ ഉമ്മ അതുവരെ സമ്പാദിച്ച കുറച്ച് കാശൊക്കെ ഉണ്ടാവും, ചെറിയ പൈസ, അതെല്ലാം എനിക്ക് എടുത്തു തരും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോരും. അങ്ങനെ കഴിഞ്ഞ ഒരു കാലമാണ്. മാത്രമല്ല വളരെ സുന്ദരമായൊരു സ്ഥലമായിരുന്നു ഈ ചാലിയം. കടൻ്റെ പക്കത്താണ്. ബേപ്പൂർ പുഴയുടെ സംഗമസ്ഥാനമാണ്, ചാലിയാറിൻ്റെ സംഗമസ്ഥാനമാണ്. അതിൻ്റെ പക്കത്താണ് ഈ ചാലിയം എന്ന് പറയുന്നത്. പഴയ പ്രതാപമൊക്കെയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം അവിടെ ബീച്ചിൽ ചബോക്ക് മരങ്ങളുടെ വലിയ കൂട്ടമുണ്ട്. അതിൻ്റെ ഇടയിലിരുന്ന് സ്കൂൾ വിട്ട് വന്നാൽ പോലും അവിടെ ഇരുന്ന് പഠിക്കും, അവിടെ കാറ്റുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവിടെ പത്തേമാരികളുണ്ടായിരുന്നു. പല രാജ്യത്തേക്കും ബേപ്പൂർ മുഖേന സാധനങ്ങൾ കയറ്റിപ്പോകുന്ന പത്തേമാരികൾ, വലിയ വലിയ പത്തേമാരികൾ. അതിങ്ങനെ പോയി ഈ സന്ധ്യ മയങ്ങാൻ സമയത്ത് ദൃഷ്ടിയിൽ നിന്ന് മായുന്നത് വരെ അതിനെ നോക്കിയിരിക്കുക. അതുപോലെ കടലിൻ്റെ അപ്പുറത്തുനിന്നുള്ള കുറച്ച് ഈ ദീപങ്ങളൊക്കെ കണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു സംഗതി എനിക്ക് വളരെ വളരെ ഇഷ്ടമായിരുന്നു. മാത്രമല്ല ഞങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളൊരു കാര്യമുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ കടപ്പുറത്തേക്ക് പോകും. ഞാൻ താമസിച്ചിരുന്ന ഒരു ലോഡ്ജിലായിരുന്നു. കുറേ കാലം ഒരു വീട്ടിലായിരുന്നു. പിന്നെ അപ്പോൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാത്രി ഞങ്ങളൊരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു പായയും ഒരു തലയണയൊക്കെ ആയി ബീച്ചിൽ പോകും. ബീച്ചിൽ പോയിട്ട് അവിടെ ധാരാളം തെങ്ങുണ്ട്. അതിൻ്റെ എവിടെയും പായ വരിച്ച് സുഖമായിട്ട് പുലരുവോളം അവിടെ കിടന്നുറങ്ങും. അത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല സുഖമായിരുന്നു അങ്ങനെയുള്ളൊരു ജീവിതം. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു പ്രദേശമാണ്. പക്ഷേ അവിടെ വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊരു ദ്വീപായിരുന്നു. ഇപ്പോൾ മാറിപ്പോയി. ഒരു ഭാഗത്ത് റെയിൽ, മറ്റൊരു ഭാഗത്ത് കടൽ. അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് വാഹനം പോകാൻ പറ്റുമായിരുന്നില്ല. അവിടെ വന്നുപെട്ട 1-2 വാഹനം ഉണ്ടായിരുന്നു. അതിന് പിന്നെ പുറത്തേക്കും പോകില്ല, വേറൊരു വാഹനത്തിന് അകത്തേക്കും വരാനൊക്കില്ല. പിന്നെ സൈക്കിള് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ആ സ്കൂൾ പൊതുവെ വളരെ ഇഷ്ടമായിരുന്നു. ആ സ്കൂളിൽ ഞാൻ പ്രധാനമായിട്ടും ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ ഒരു ചെറിയ വ്യക്തിത്വത്തിന് അംഗീകാരം തരുന്ന സ്കൂളാണതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ നാട്ടിലെ സ്കൂളിൽ പഠിച്ചതിനേക്കാളും ഇന്നും എനിക്ക് അറ്റാച്ച്മെൻറ്റ് ആ സ്കൂളിനോടാണ്. എൻ്റെ നാട്ടിലെ സ്കൂൾ ഉണ്ടായിട്ടും ഇപ്പുറത്ത് വന്ന് പഠിച്ച ആ സ്കൂളിനോടാണ് എൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നത്. മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് ആ സ്കൂളിന് സംഭവിച്ചത്. 1964 ചങ്ങനാശ്ശേരിയിൽ വെച്ച് ചേർന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ ഞാൻ 1ാം സമ്മാനത്തിന് അർഹനായി. അപ്പോൾ അത് എൻ്റെ ജീവിതത്തെ പിന്നെ മാറ്റിമറിച്ചതിലൊക്കെ ആ ഒരു മത്സരത്തിലെ വിജയം എനിക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ ഞാൻ പല ഇനങ്ങളിലും മത്സരിച്ചിരുന്നു. ചെറുകഥയിൽ മത്സരിച്ചിട്ടുണ്ട്, സമൂഹഗാനത്തിൽ മത്സരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് കവിതാരചനയിൽ മത്സരിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സമ്മാനം കിട്ടിയത് പ്രസംഗത്തിലായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ സ്കൂൾ ലെവലിൽ തന്നെ ഞങ്ങളുടെ ഒരിക്കൽ ഈ സമൂഹഗാനത്തിൻ്റെ ഒരു സംഗതിയിൽ ഞങ്ങൾ ജില്ല വരെ പോയി. പക്ഷേ സ്റ്റേറ്റ് ലെവലിലേക്ക് ഞാൻ പോകുന്നത് 64-ലാണ്. അന്ന് ചങ്ങനാശ്ശേരി NS കോളേജിൽ നടന്ന മത്സരത്തിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയിൽ നമ്മുടെ സുകുമാർ അഴീക്കോടുണ്ടായിരുന്നു. സമ്മാനം തന്നത് മന്ദത്ത് പത്മനാഭനാണ്. അന്ന് യുവജനോത്സവങ്ങൾ തുടങ്ങിയിട്ട് അന്ന് 2-3 കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് അത് വന്നത്. അപ്പോൾ അത് എനിക്ക് വലിയൊരു അംഗീകാരമായെന്ന് വെച്ചാൽ എനിക്ക് വലിയ സ്വീകരണം ഉണ്ടായിരുന്നു. കാരണം മലബാർ നോക്കാൻ അന്ന് പ്രസംഗത്തിന് സമ്മാനം കിട്ടിയത് വളരെ കുറവാണ്. കലോത്സവത്തിൽ എനിക്ക് കിട്ടിയപ്പോൾ വലിയ സ്വീകരണങ്ങളുണ്ടായിരുന്നു. എനിക്ക് വലിയ ആദരവൊക്കെ നൽകിയിരുന്നു. മാത്രമല്ല എൻ്റെ ഫോട്ടോ ഒരു പത്രത്തിൻ്റെ ഇതിൽ വന്നു, ബാലപംക്തിയിൽ വിജയപീഠം എന്നുള്ളൊരിതിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു ചിത്രം അതിൽ വന്നിരുന്നു. ഞാൻ പിന്നെ ഒരുപാട് കാലം ആ വാരിക എടുക്കും, പിന്നെയും നോക്കും, പിന്നെയും വെക്കും, അങ്ങനെ കൊണ്ടു നടന്നിരുന്നു. കാരണം ആ ഒരു പ്രായം അങ്ങനെയാണ്. ആ പ്രായത്തിൽ നമുക്ക് ഓമനിക്കാൻ പറ്റുന്ന ഒരു വലിയ സംഗതിയായിരുന്നു അത്. പക്ഷേ അത് മാത്രമായിരുന്നില്ല, അതെന്നെ വളരെ വലിയ ഒരു ഡൈമെൻഷൻ എൻ്റെ ജീവിതത്തിലുണ്ടാക്കി. അതൊരു വലിയ അംഗീകാരമായി. സ്കൂളിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. മാത്രമല്ല പ്രസംഗ രംഗത്തേക്ക് എനിക്ക് കുറച്ചുകൂടി വരാൻ പറ്റി.
എൻ്റെ ജീവിതത്തിലെ ഗതി നിയന്ത്രിച്ചതിൽ പ്രസംഗകലയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. പ്രസംഗകലയിൽ വന്നിട്ടുള്ള ഒരു പ്രാവീണ്യം എന്തായെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യത്തിൽ അവതരിപ്പിക്കാനുള്ളൊരു കഴിവും അതിൻ്റെ ഫലമായിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. എനിക്ക് വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. വായിക്കാമെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ വന്ന, അതായത് 50കൾ 40കളുടെ അവസാനം 50കളുടെ ആദ്യ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ വായിക്കാത്ത പുസ്തകങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. അന്നെന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ ഒരു വായനശാലയുണ്ട്. ആ വായനശാല എന്ന് പറയുന്നത് എടവണ്ണപ്പാറ, അതിപ്പോൾ ടൗണായിപ്പോയി. പക്ഷെ എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു വലിയ മല കയറി പോകണം. ആ മലയിലൂടെ ഒന്ന് പകൽ വെളിച്ചത്തിൽ തന്നെ പോകാൻ ആൾക്ക് പേടിയാണ്. അതിൻ്റെ മുകളിലൊക്കെ പിശാചുണ്ടെന്നോ അങ്ങനെയൊക്കെയാണ്. രാത്രി അതിൽ പോരാൻ പാടില്ലെന്നും ദിക്ക് തെറ്റിപ്പോകുന്നു. അതിന് പറയുക അതിർത്തിപ്പുല്ലെന്നാണ്. അതിർത്തിപ്പുല്ല് ചവിട്ടി പോയാൽ ദിക്കറിയില്ല എന്നാണ്. അങ്ങനെ എല്ലാവരും ഒരു പേടിയായിട്ട് നിൽക്കുന്നൊരു കാലമാണ്. അപ്പോൾ അതിലൂടെ ഞങ്ങൾ ഈ മല കയറി ആ വായനശാലയിൽ പോയി പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു പുസ്തകം വായിച്ച് തീരാൻ ഇടയുണ്ടാവില്ല മറ്റതിൻ്റെ അടുത്തേക്ക് പോകാൻ. നടന്നും ഇരുന്നും കിടന്നും ഒക്കെ വായിക്കുന്നൊരു കാലമാണ്. മാത്രമല്ല എൻ്റെ അമ്മയും വാപ്പയും എന്നോട് പലപ്പോഴും ശകാരിക്കാറുണ്ടായിരുന്നു. കാരണം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറക്കം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പാട്ടവിളക്കല്ലേ ഉള്ളൂ, ഈ കറണ്ടില്ലല്ലോ, അത് ഇതാക്കി വെച്ച് അതിലെന്തെങ്കിലും വായിക്കും. അലക്ഷ്യമായിട്ട് എന്ത് ചെയ്തു, ഈ ബുക്ക് അവിടെ നെഞ്ചത്തേക്ക് ഇട്ടിട്ട് ഈ വിളക്കും കത്തിച്ച് വെച്ച് ഞാൻ ഉറങ്ങിപ്പോകും. അപ്പോൾ എളുപ്പത്തിൽ തീപ്പറ്റാനൊക്കെ എളുപ്പമാണ്. അതെൻ്റെ അമ്മക്കറിയായിരുന്നു എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. പിന്നെ ഞാൻ ഉറങ്ങിയതിന് ശേഷമാണ് അവർ വന്നിട്ട് ഇതാക്കുക. അങ്ങനെയുള്ള വായിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അത് വെച്ചാൽ ഈ ഭാഷയിൽ ഇംഗ്ലീഷ് എനിക്ക് വലിയ പ്രാവീണ്യമൊന്നുമില്ല. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുക അങ്ങനെ പ്രാവീണ്യം ഉണ്ടാവില്ലല്ലോ. ഈ ലാഡർ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. ലാഡർ എന്ന് പറഞ്ഞാൽ കോണിയാണ്. ഇംഗ്ലീഷ് ബിഗിനേഴ്സിനുള്ളത്. അത് വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. ഞാനത് വായിക്കാറുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, അന്ന് 2 ഇംഗ്ലീഷ് ഇതുണ്ടായിരുന്നു. ഒന്ന് കേരള ക്രോണിക്കിൾ എന്നിട്ടൊരു പത്രം ഉണ്ടായിരുന്നു. അതിപ്പോൾ പുതിയ തലമുറ ആരും അതിൽ കോപ്പി പോലും കണ്ടിട്ടുണ്ടാവില്ല. അതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് പത്രമായിരുന്നു. അതും വളരെ സിമ്പിൾ ലാംഗ്വേജ് ആയിരുന്നു. മലയാളം പത്രം വായിച്ചാൽ അതും കൂടി വായിച്ചാൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. പിന്നെ മൂവി ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ മാസിക ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് സിനിമ വാർത്തയൊക്കെ വേറെ അതിൽ സങ്കീർണതയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വായിച്ച് എനിക്ക് പൊതുവെ എന്തായെന്ന് വെച്ചാൽ ഭാഷയോട് ഇങ്ങനെ താല്പര്യമുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടായത്. ഞാൻ നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ഒരു മീറ്റിങ്ങിന് കുന്നമംഗലൊരു സ്ഥലത്ത് പോയി. ഇബ്രാഹിം സലീം സേട്ട് വന്നിരുന്നു. സേട്ട് സാഹിബ് വന്ന സമയത്ത് ഏറ്റ പരിഭാഷകൻ വന്നില്ല. എന്നോട് പറഞ്ഞു, എനിക്ക് നല്ല പേടി, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് അത്രയൊന്നും അറിയില്ലല്ലോ. പക്ഷേ ആ നിയോഗത്തിന് നിയോഗിച്ച എന്നെയാണ്. ആൾ കിട്ടിയില്ല, വന്ന ആൾ വന്നില്ല. അങ്ങനെ ആദ്യമായി ഞാൻ സേട്ട് സാഹിബിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. വലിയ നന്നായൊന്നുമില്ല, പക്ഷേ ഞാനത് ഒപ്പിച്ചു. പ്രസംഗം സേട്ട് സാഹിബ് പ്രസംഗിച്ച പ്രസംഗം ഞാൻ പരിഭാഷപ്പെടുത്തി. പക്ഷേ അതെനിക്ക് വലിയൊരു ആത്മബലമായി. പിന്നെ അങ്ങോട്ട് ഒരുപാട് കാലം നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, പുറത്തുനിന്ന് വന്ന ലീഗിൻ്റെ നേതാക്കന്മാരുടെ പരിഭാഷ പിന്നെ ഒരുപാട് കാലം ഞാൻ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഈ ബാച്ചൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരുടെയും മന്നാത്ത വലസായി പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത ഞാനാണ്. അങ്ങനെ അത് ആ ഒരു ഭാഷാപരമായിട്ടുള്ളൊരു താല്പര്യം അതിൻ്റെ ഫലമായിട്ട് വന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണിതൊക്കെ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പഠിക്കാനെന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, വളരെ ബ്രില്യൻ്റ് ഒന്നും ആയിരുന്നില്ല. ഞാനൊരു ഏവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഏവറേജ് സ്റ്റുഡൻ്റാണെന്ന് മാത്രമല്ല, കണക്കിൽ ഞാൻ വളരെ മോശമായിരുന്നു. എനിക്ക് വളരെ കുറച്ച് മാർക്ക് കിട്ടുകയുള്ളൂ കണക്കിൽ. അതേ സമയത്ത് പിന്നെ എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. മാത്തമാറ്റിക്സ് പൊതുവെ എല്ലാവരും പറയാറ്, ഞങ്ങളുടെ കുടുംബം തന്നെ കണക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ്. എന്താണെന്നറിയില്ല, എനിക്ക് വളരെ ടഫായിരുന്ന വിഷയം. ബാക്കിയിലോ ഒക്കെ ഞാൻ എബോ ഏവറേജ് എന്ന് വിളിക്കാം. അത് ക്ലാസ്സിൽ ഫസ്റ്റൊന്നുമല്ല, അങ്ങനെ പോയിരുന്ന ആളാണ്. അപ്പോൾ അതും അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ, ആ സ്കൂൾ കാലഘട്ടം കുറച്ചുകൂടി പുറത്തേക്ക് വായിക്കാൻ. അതിൻ്റെ കൂടെ സ്കൂളിലെ സാഹിത്യ സമാജത്തിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇതിന് ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. ഉദ്ഘാടനത്തിന് പോയപ്പോൾ പിന്നെ അന്ന് മാതൃഭൂമിയിലാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരെ ഞാൻ വിളിച്ചു. MT ചെറിയ കുട്ടിയാണ്, ഞാൻ സ്കൂളിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. MT അന്ന് MT വളരെ ചെറിയ പ്രായമല്ലേ, സമ്മതിച്ചു വരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ MT സ്കൂളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് എനിക്ക് വലിയൊരു ക്രെഡിറ്റായി. ഞാനെങ്ങനെ MT എനിക്ക് കിട്ടിയത്? സത്യത്തിൽ MT എൻ്റെ സാധുത്തരം കണ്ടിട്ട് വഴങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പല രംഗത്തും പ്രവർത്തിക്കേണ്ടി വന്നു, തുഞ്ചമ്പറമ്പിലൊക്കെ. പക്ഷേ MT അന്ന് വന്ന് പ്രസംഗിച്ചു, എന്നെപ്പറ്റി ഒരു നല്ല വാക്കൊക്കെ പറഞ്ഞു, പഥേർ പഞ്ചാലി എന്ന് വന്ന സിനിമയെ പറ്റി സംസാരിച്ചു, ഒക്കെ ഞാനിന്നും ഓർക്കുന്നുണ്ട്. അതങ്ങനെ കഴിഞ്ഞു. അടുത്ത കൊല്ലത്തെ സ്കൂൾ സാഹിത്യ സമ്മേളനത്തിനും സ്കൂൾ പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് ഞാൻ പോയപ്പോൾ കിട്ടിയത് രണ്ട് ഇടതുപക്ഷക്കാരെയാണ്. ഒന്ന് CPIൻ്റെ മേയറായിരുന്ന മഞ്ജുനാഥ് റാവു, മറ്റൊന്ന് ഇടതുപക്ഷ രംഗത്തുള്ള കവി മണ്ണാലത്ത് ശ്രീധരൻ. രണ്ടുപേരും ഇടതുപക്ഷ ആശയക്കാരാണ്. അങ്ങനെ സ്കൂളിലൊക്കെ ഒരു കിംവദന്തി പറഞ്ഞു ഞാനിങ്ങനെ ഇടതുപക്ഷ ആശയക്കാരനാണ്. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയത് അവരെയാണ്. ഞാൻ പലരെയും നോക്കിയിരുന്നു, കിട്ടിയത് അവരെയാണ്. പിന്നെ ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെടാൻ പറ്റി. UA ഖാദർ ഞാനും ഒരേ മുറിയിലായിരുന്നു താമസിച്ചിരുന്നു. UA ഖാദർ അന്ന് ഈ സോഷ്യൽ വർക്കറായിട്ട്, ഹോസ്പിറ്റലിലെ സോഷ്യൽ വർക്കായിട്ട് അവിടെ ജോലി കിട്ടി. ഞാനും അവിടെ താമസിച്ച ലോഡ്ജിൽ ഞങ്ങൾ കൂടെ താമസിച്ചിരുന്നു. അപ്പോൾ ഖാദറുമായിട്ടുള്ള നിരന്തരമായ ചർച്ച, സാഹിത്യത്തിൽ ഏതാണ് നല്ല എഴുത്തുകാർ, ഏതാണ് മോശപ്പെട്ട എഴുത്തുകാർ, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയും കിട്ടി. ആ ചർച്ചകൾ എനിക്ക് വളരെ വളരെ പ്രയോജനപ്രദമായിരുന്നു. കുറേ ഉയർന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ അവസരമുണ്ടായി. അതൊക്കെ തന്നെ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടായി. പിന്നെ ആ ഇടയ്ക്കൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ എന്നെ പ്രസംഗിക്കാൻ പലരും കൊണ്ടുപോയി. എന്നെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നൊരു ഒരു കൗതുകം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ പ്രസംഗം എന്നുള്ളത് എൻ്റെ ആ ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന അതിനൊരു കിലുക്കാമ്പട്ടി പോലെ അതിനൊരു ഇതുണ്ട്. അപ്പോൾ അതൊരു വലിയ സംഭവമാണല്ലോ. കാരണം വലിയ ആളുകൾക്ക് പ്രസംഗം വലിയ കാര്യം പറയുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ചില പൊടിക്കൈകളൊക്കെ ഉണ്ടായിരുന്നു, ചില കഥകളും കവിതകളും അതൊക്കെ വെച്ച് ഞാൻ പ്രസംഗിച്ചപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടമായി. അങ്ങനെയൊക്കെ ഒരു പ്രോമിനൻസും കുട്ടികളുടെ ഇടയിൽ എനിക്ക് അങ്ങ് വന്നു. അങ്ങനെ വന്ന് അവിടുന്ന് SLM പാസ്സായി പോന്നു. പിന്നെ തുറന്നു പഠിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ 2-3 കാരണം കൊണ്ട് പറ്റിയില്ല. ഒന്ന് സാമ്പത്തികം, രണ്ടാമത് ഞങ്ങളുടെ അടുത്തൊന്നും കോളേജ് ഉണ്ടായിരുന്നു, ഇന്നത്തെ മാതിരിയല്ല. എൻ്റെ വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ കോളേജ് എന്ന് പറയുന്നത് ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജ് പിന്നെ എത്തണമെങ്കിൽ ഒന്നുകിൽ ഈ പറഞ്ഞ ഒരു ബോട്ടിന് വരണം, അല്ലെങ്കിൽ കോഴിക്കോട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ബസ്സിന് വരണം. അതൊന്നും പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. പിന്നെ അങ്ങനെ നിന്ന് ആ സ്കൂൾ ജീവിതം അങ്ങനെ വന്ന പിന്നെ അന്ന് എൻ്റെ ജനറേഷനിൽ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകളുടെ പ്രധാന സങ്കല്പം എന്താ അറിയും? മാവൂർ കമ്പനി വരുന്ന സമയമാണ്, അവിടെ ഒരു ജോലി കിട്ടുമെന്നുള്ളത്. മാവൂർ കമ്പനി വരുന്നത് ഒരു ചരിത്രമാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചരിത്രമാണ്. കാരണം എൻ്റെ ചെറിയ പ്രായം തൊട്ട് ആ കമ്പനി ഉണ്ടാക്കുന്നിടം തൊട്ട് ആ കമ്പനി ക്ലോസ് ചെയ്യുന്നവരെയുള്ള 25-30 കൊല്ലക്കാലം ഞാനതുമായിട്ട് കൂടെ നിന്നാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആ കമ്പനിക്ക് സ്ഥലം നോക്കാൻ വേണ്ടി ബിർള കമ്പനിക്ക് വേണ്ടി ഒരു യൂറോപ്യൻ ഒരു സായിപ്പ് വന്നിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സായിപ്പ് വന്നിറങ്ങിയുള്ള സ്ഥിതി എന്താണ്? ഞങ്ങൾ പിള്ളേരെല്ലാം തടിച്ചു കൂടി സായിപ്പിനെ കാണാൻ വേണ്ടി. ആ കൂട്ടത്ത് പോയ ആളാണ് ഞാൻ. സായിപ്പ് എൻ്റെ നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അതും ഒരു വണ്ടി പോലും ഇല്ലാതെ ഞാനും പോയി സായിപ്പിനെയൊക്കെ കണ്ടു. അങ്ങനെ അന്ന് സായിപ്പിനെയൊക്കെ തൊടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞങ്ങളൊക്കെ തൊട്ട് സായിപ്പ് വളരെ ജോളിമാനാണ്, ചിരിച്ചു ഞങ്ങളെ പിള്ളേരെ കണ്ടിട്ട്. അങ്ങനെ വന്ന് അത് ഞങ്ങളുടെ നാട്ടിൽ നോക്കിയ കമ്പനി പിന്നെ നല്ലത് അപ്പുറത്ത് മാവൂരാന്ന് പറഞ്ഞു അവിടെ പോയി. അപ്പോൾ ഞങ്ങളുടെ ജോലി എന്താണെന്നറിയോ? ഞങ്ങൾ പുഴൻ്റെ അക്കരന്ന് അങ്ങോട്ട് പോകും. എന്തിനാന്ന് വെച്ചാൽ പുഴ കുറച്ച് വെള്ളം നീന്തി പോവും, ചിലപ്പോൾ വെള്ളം കുറവാണെങ്കിൽ അക്കരെ കടന്നു പോകും. എന്തിനാന്ന് വെച്ചാൽ അവിടെ ഈ തെങ്ങ് മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തെങ്ങ് മുറിക്കുന്ന സമയത്ത് അതിൻ്റെ കരിമ്പുണ്ടാവും. തെങ്ങിൻ്റെ കരിമ്പിനെ പറ്റി അറിയാവുന്ന ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത്. അതൊക്കെ പോയി കഴിച്ച് വൈകുന്നേരം തിരിച്ചിങ്ങോട്ടും പോരും. എന്നാൽ ആ കാലത്ത് അതിന് വേണ്ടി ലാൻഡ് എടുക്കുന്ന ആ സമയം തൊട്ട് ഞങ്ങളുണ്ട്. പിന്നെ വന്ന് ഞാനിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് മാവൂർ വന്നപ്പോൾ എൻ്റെയും ആഗ്രഹം എന്തായി? കമ്പനിയിൽ ജോലി കിട്ടണം എന്നുള്ള നിലയിൽ തന്നെയായി. അപ്പോഴത്തേക്ക് കമ്പനി ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കമ്പനി വരുന്നതിൻ്റെ ഇതുണ്ട്. എഴുമംഗലം കരുണാകരൻ എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മന്ത്രിയായി വന്നപ്പോൾ സാറിന് ഞാൻ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാക്കി. മാഷ് വലിയ കവിയായിരുന്നു. അപ്പം മാഷ് ഒരു കവിത എഴുതി. മാഷ് ആ കവിതയിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഏറനാടിൻ മക്കളെ കേളി കേട്ട പൂക്കളെ ഓളമൊന്ന് വന്നിടുന്നുണ്ടക്കരെ. എന്നുവെച്ചാൽ ഈ പുഴൻ്റെ അക്കരെ ഒരു ഓളം വരുന്നുണ്ട്. എന്നുവെച്ചാൽ കമ്പനി വരുന്നതിനെ പറ്റി മാഷ് എഴുതിയതാണ്. ശരിക്കും അതൊരു ഓളം തന്നെയായിരുന്നു. അങ്ങനെ വന്ന് അവിടെ പോയി അങ്ങനെ കുറേ കാലം പോവും, പിന്നെയും വരും. അങ്ങനെ വന്ന് പല ആളുകൾക്കും ജോലി കിട്ടി തുടങ്ങി. അപ്പോൾ ആ കൂട്ടത്തിൽ കുറേ കഴിഞ്ഞതിന് ശേഷം, എനിക്ക് ആദ്യമൊന്നും ജോലി കിട്ടിയില്ല. കമ്പനിയൊക്കെ വന്ന കാലം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. പെട്രോൾ പമ്പ് ഓപ്പറേറ്റർ. എനിക്കപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും അറിയില്ല. ഞാനൊരു സ്ഥലത്ത് പോയി എങ്ങനെ പെട്രോൾ പമ്പ് ഇതാക്കുക, എങ്ങനെ അത് പെട്രോൾ അടിക്കുക, അതെങ്ങനെ കിടക്കുക ഒക്കെ പഠിച്ചു വന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് വേറെ ശുപാർശയ്ക്ക് കയറി, എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്കൊരു ജോലി കിട്ടി. ആ ജോലി എന്ന് പറഞ്ഞാൽ വർക്കറാണ്.
വർക്കർ തന്നെ എന്ന് പറഞ്ഞാൽ അത്ര ഉയർന്ന കാറ്റഗറിയല്ല, ചെറിയ കാറ്റഗറിയാണ്. മെഷീൻ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അറ്റൻഡർ സ്വഭാവത്തിലുള്ള വർക്കാണ്. അത് കിട്ടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കാർഡ് നമ്പർ 559. എനിക്ക് 559 പ്രത്യേകത, കാരണം എത്രയോ കാലം എൻ്റെ ജീവിതമാർഗത്തിൻ്റെ കാർഡിൻ്റെ നമ്പർ 559. എനിക്ക് മറക്കാൻ കഴിയാത്തൊരു നമ്പറാണ്. ഈ കാർഡിലൊക്കെ കിട്ടി, എനിക്ക് ജോലി കിട്ടി. എനിക്ക് ജോലി കിട്ടിയപ്പോൾ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാനൊരു ഇങ്ങനെ ലീഗിൻ്റെ ഒരു സംഗതിയാണ്. അന്ന് യൂണിയൻകാർ വലിയ ഫൈറ്റാണ്. അവർ വിചാരിച്ചവർക്ക് ജോലി കിട്ടൂ. അപ്പോൾ CIT INTUs തമ്മിൽ എൻ്റെ കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. അതിന് എൻ്റെ യൂണിയൻ വന്നിട്ടില്ല. എൻ്റെ യൂണിയൻ വരുന്നൊക്കെ പിന്നെ ഞാനവിടെ നേതാവായിട്ട് വന്നതിന് ശേഷമാണ്. അപ്പോൾ CITനോടുള്ള ദേഷ്യം കൊണ്ട് INTUs എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടി. ഞാനൊരു 10 കൊല്ലോ 11 കൊല്ലോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ജോലി ചെയ്തു. ഷിഫ്റ്റിൽ ജോലി ചെയ്തു, വർക്കറായിട്ട്. ഷിഫ്റ്റിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ ചെയ്ത ജോലി ഒരു ഡൈജസ്റ്റർ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. മുള പുഴുങ്ങുന്നതാണ്, കെമിക്കൽ ഇട്ടിട്ട്. അപ്പോൾ അതിനൊരു ജാതി ഫ്യൂംസൊക്കെ വരും. അപ്പോൾ അത് എല്ലാമായിട്ട് നമ്മൾ രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ, രാത്രി നൈറ്റ് ഷിഫ്റ്റ് B ഷിഫ്റ്റ് 11 മണിക്കാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ അസലായിട്ട് സോപ്പ് തേച്ച് കുളിച്ച് തലയിൽ ഹെയർ ഓയിൽ, നല്ല സ്മെല്ലുള്ള ഹെയർ ഓയിൽ പുരട്ടിയിട്ട് കിടന്നിട്ടില്ലെങ്കിൽ തലയണടക്കം മണക്കും. കാരണം ഇത് മുടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഗതിയാണ്, പേസ്റ്റ് പോലെ. അങ്ങനത്തെ ഒരു ജോലിയാണ് ഞാൻ ചെയ്തത്. ആ ജോലി ചെയ്തെന്ന് മാത്രമല്ല, ഒരു ഏറ്റവും ദുർഘടം എന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് രാത്രി 11 മണിക്ക് അവസാനിച്ച് 11 മണിക്ക് ആരംഭിച്ച് രാവിലെ 7 മണി വരെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. മഴയത്ത് പുഴ കിടന്നിട്ട് ആ ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ വരുന്നതാണ്. അത് ഓർക്കാൻ കഴിയില്ല അതിൻ്റെ ഒരു ദുരിതം. അങ്ങനെ ജോലി ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് TV രംഗത്തൊക്കെ സജീവമായിട്ട് വന്നു. പിന്നെ എനിക്ക് യൂണിയൻ സംബന്ധമായിട്ട് ഞാൻ പിന്നെ ഷിഫ്റ്റ് വർക്കിൽ പിന്നെ പോകാതായി. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരുതരം ചിന്താധാരയെ തന്നെ മാറ്റിമറിച്ചത് ആ ഇൻഡസ്ട്രിയിലെ വർക്കറായിട്ട് വന്ന കാലമാണ്. കാരണം അന്നാണ് ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. ഈ മാവൂരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്യോഗമണ്ഡലം പോലെ ഒറ്റ കമ്പനിയിലേ ഉള്ളൂ. അപ്പോൾ അവിടെ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് വരുന്നത്, അവിടുത്തെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു വന്നു. അത് 67-68 കോൺഗ്രസ്സുകാർക്കും യൂണിയനുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കും യൂണിയനുണ്ട്. ഇപ്പോൾ ലീഗിൻ്റെ നിലയിൽ ഒരു യൂണിയൻ ഇല്ലാത്തതിൻ്റെ സംഗതി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ അതുണ്ടാക്കണം തീരുമാനിച്ചു. അപ്പോൾ ഞാനും കൂടി വന്ന സമയമാണ്. അപ്പോൾ എന്നെ അതിന് മുൻപ് എന്തെങ്കിലും നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ, കോഴിക്കോട്ടൊരു യോഗം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിഭക്ത കോഴിക്കോട് ജില്ല. ആ യോഗം ഇപ്പോഴത്തെ CHൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു. ആ യോഗത്തിൽ ഞാൻ വളരെ ശക്തിയായിട്ട് മാവൂരിൽ വളർന്നു വരുന്ന മാവൂരിൽ ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്, അത് ഇല്ലാഞ്ഞിരുന്നാൽ നമ്മുടെ പാർട്ടിക്ക് വരാൻ പോകുന്ന നഷ്ടത്തെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചു. അത് എല്ലാവർക്കും ഒരു ആകർഷണീയമായി തോന്നിയെന്ന് തോന്നുന്നു. അത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും നിന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം CH വീട്ടിൽ പോയി ഒരാളെ പറഞ്ഞയച്ചു, ആ കുട്ടീനോട് വരാൻ പറയുന്നു. ഞാൻ CHൻ്റെ വീട്ടിൽ പോയി. CHൻ്റെ വീട്ടിൽ പോയി CHനോട് പറഞ്ഞു, മോൻ പറഞ്ഞ കാര്യമൊക്കെ വളരെ ശരിയാണ്. പക്ഷേ ഈ യൂണിയൻ്റെ സംഗതിക്കൊന്നും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടൊന്നും യൂണിയൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഞാനതിന് തൽക്കാലം നിങ്ങൾക്ക് ഉപദേശം നൽകാൻ വേണ്ടി ലീഗിൻ്റെ TV രംഗത്തുള്ള ചില ആളുകളുണ്ട്, ഉമ്മർ ഖാൻ, നാട്ടിക മജീദ്, EKK, അങ്ങനെ കുറച്ച് ആളുകൾ. ഇവരാരെങ്കിലുമൊക്കെ ഞാൻ മാറി അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. അത് അവർ വന്ന് നോക്കി. ഞാനും അവിടെ യൂണിയൻ രംഗത്ത് വന്നു. രാഷ്ട്രീയത്തെ സംബന്ധിച്ചും പിന്നെ ഒരു ധാരണ സ്കൂളിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി. മാവൂരിൽ വന്ന സമയത്ത് അത് വളരെ വലിയ തോതിൽ വളരെയായിരുന്നു. എനിക്കറിയാം, സ്കൂളിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രാസംഗികനായതുകൊണ്ട് എന്നെ വിളിച്ച് എല്ലാ പഞ്ചായത്തിൻ്റെ യോഗത്തിനും കൊണ്ടുപോകും. പിന്നെ അന്ന് മലബാറിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമായും ലീഗുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബാഫയ്ക്ക് തങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ആൾ കൂടും. ഞാനത് ഓർക്കുകയാണ് ഇപ്പോഴും. അന്നത്തൊക്കെ നോട്ടീസ് ഇപ്പോൾ ഇല്ല, ഒറ്റ കോപ്പി. നോട്ടീസിൽ എന്താ ഉണ്ടാകുമെന്നറിയാം നിങ്ങൾ, വൈദ്യുതി ദീപാലങ്കൃതമായ നഗറിൽ, എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഉള്ള ഒരു നഗരം, അത് ജനറേറ്റർ കൊണ്ടുവരലാണ്. പിന്നെ നോട്ടീസിൻ്റെ അടിഭാഗത്ത് എഴുതിയിരിക്കും NB ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ്. മയക്കില്ലല്ലോ. അപ്പോൾ അത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? കോഴിക്കോട് നിന്നൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഈ വൈദ്യുതി കാണാൻ തന്നെ കൂടും. അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷേ അന്നും
ലീഗിന് മലബാറിലുള്ള വേരുകൾ വളരെ വലുതായിരുന്നു. തങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ ഒരു സംഗതിയായിരുന്നു. CHൻ്റെ ഒരു സംഗതിയും അതായിരുന്നു. പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയം ലീഗ് കഴിഞ്ഞാൽ പിന്നെ മലബാറിൽ കുറച്ചുകൂടി ഉള്ളത് കോൺഗ്രസ് രാഷ്ട്രീയമായിരുന്നു. പിന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ട പാർട്ടി PSP ആയിരുന്നു. പിന്നെ ഈ BJP ഒന്നും അന്നില്ല, കാര്യമായിട്ടില്ല. PSPക്ക് വളരെ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പോയി എവിടെയെല്ലാം എത്തിയെന്നുള്ളതിന് ഇന്ത്യയിൽ അവർ പോയ വഴികളൊരു വലിയ സംഭവമാണ്. കാരണം ഇത്ര കൊള്ളാവുന്ന നേതാക്കന്മാർ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ രാം മനോഹർ ലോഹ്യ തുടങ്ങി HV കാമത്ത്, അങ്ങനെ ആ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരായിരുന്നു. മസ്ലിമായി അങ്ങനെ പോയിട്ടുള്ള ആ ഒരു ബാച്ച്. അപ്പോൾ അതിൻ്റെ ഒരു അലിയടി കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ നേതാവ് അരങ്ങൽ ശ്രീധരനായിരുന്നു അന്ന്. കോൺഗ്രസിൻ്റെ PP ഉമ്മർഗോയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവർ 3 പേരും കൂടി ലീഗ് കോൺഗ്രസ് PSP ഐക്യത്തിൻ്റെ കാലം. അത് കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മുന്നണിയുടെ രൂപം അതാണ്. ആദ്യം ലീഗ് PSP ഐക്യം, അതായത് 69 ആയിരിക്കും അത്. ലീഗ് PSPൻ്റെ കൂടെ കൂടി. അപ്പോൾ ലീഗ് PSPൻ്റെ കൂടെ കൂടിയപ്പോൾ അത് വലിയ സംഭവമായല്ലോ. കാരണം ഇതുവരെ ഒരു പാർട്ടി വേറെ പാർട്ടീൻ്റെ കൂടെ കൂടി മുന്നണി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തുണ്ടായി, ലീഗ് PSP ഐക്യം, പിന്നെ പട്ടം, പിന്നെ മറ്റേ ഈ അരങ്ങൽ ശ്രീധരന് CH, അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ലീഗ് കോൺഗ്രസ് PSP ഐക്യമായി. അപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തു. അവർ ഒരു പ്രമേയം ഉണ്ടായിരുന്നു, ദുർഗാപൂർ പ്രമേയം എന്ന് വെച്ചിട്ട് ലീഗിനെ മന്ത്രിസഭയിൽ കൂട്ടാൻ പാടില്ല എന്ന്. അങ്ങനെ PSP എന്ത് പറഞ്ഞു, ലീഗില്ലാത്ത മന്ത്രിസഭയിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ PSP ഞങ്ങളുടെ അത്ര വലിയ സംഗതിയായിരുന്നു. ഒരിക്കൽ ബാഫയ്ക്ക് തങ്ങൾ പ്രസംഗിച്ചു, VK കൃഷ്ണമേനോനെ യുണൈറ്റഡ് നേഷൻസ് എന്ന പ്രതിനിധികളിൽ പിൻവലിക്കണം. അത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അരങ്ങൽ ശ്രീധരൻ പറഞ്ഞു, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ജനിച്ച ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞതാണ് അപരാധമെങ്കിൽ ഒരമ്മയുടെ ഗർഭാശയത്തിൽ ജനിച്ച അരങ്ങൽ ശ്രീധരൻ പറയുന്നു VK കൃഷ്ണമേനോൻ തിരിച്ചു വിളിക്കണമെന്ന്. പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ കാണട്ടെ എന്ന് അരങ്ങൽ ശ്രീധരൻ പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേരും പങ്കെടുത്ത യോഗം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിനടുത്തൊരു മണൽപ്പുറത്ത്. ഹെഡിങ് എന്തായിരുന്നു അറിയും, ത്രിമൂർത്തികൾ അരീക്കോട്ട്. ത്രിമൂർത്തികൾ CH, അരങ്ങൽ ശ്രീധരൻ, PP ഉമ്മർകോയ. അപ്പോൾ ഇവരെയൊക്കെ അവരൊക്കെ പ്രസംഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമുക്കൊന്നും അന്ന് റോളില്ല, റോളുണ്ട് ഇതേമാതിരി ചില മീറ്റിങ്ങുകൾ കുട്ടി പ്രാസംഗിക ഉണ്ടെന്നല്ലാതെ. അപ്പോൾ ഇവരെല്ലാവരുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായി. പിന്നെ എൻ്റെ വാപ്പ എന്നെ മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുവാടി കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു മീറ്റിംഗ് നടന്നപ്പോൾ എൻ്റെ വാപ്പയുടെ തോളിൽ ഈ 2 കാലും ഇങ്ങനെ തോളിലിട്ട് ബാഫയ്ക്ക് തങ്ങളെ കാണാൻ വേണ്ടി എന്നെ പൊക്കി നിർത്തിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി വൈദ്യുതി ദീപാലങ്കൃതമായ നഗരിയിലിരുന്ന സംഭവമാണ്. തങ്ങൾക്ക് എന്തെങ്കിലും അനിഷ്ടം തോന്നുന്നു, ഞാൻ തലയിൽ കെട്ടൊക്കെ കെട്ടി ചെറിയൊരു പയ്യനായി തുണിയൊക്കെ പൊക്കി കൊടുത്ത് തങ്ങളുടെ കൂടെ പോയി അവിടെ പ്രസംഗിച്ചു. പണ്ട് ഈ ചടി സമരത്തിൽ പോലീസുകാരെ തോക്കിന് മുമ്പിൽ നിന്ന ബഷീർക്ക് തന്നെയാണോ ഇപ്പോൾ ഈ പിന്തിരിപ്പിക്കുന്ന മാതിരി വർത്തമാനം പറഞ്ഞതെന്ന് ചോദിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് താക്കോല് വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിലത്ത് കിടക്കണം, പോലീസ് എന്താ ചെയ്യാൻ നോക്കട്ടെ തോന്നും.